പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കണം. ഞങ്ങൾക്ക് നൽകിയ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. കൊയ്ത്തിന് കാലമായി, വിത്തുകളെല്ലാം പാകമായി എന്ന വചനത്തിലൂടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ കാലം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച്, വിധിയെക്കുറിച്ചുമൊക്കെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മെ ഓർമ്മിപ്പിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മൾ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിലെ മനോഹാരിതകളിൽ മുഴുകി ജീവിക്കരുതെന്ന് ഓർമ്മിപ്പിക്കും. ജെറുസലേം ദേവാലയത്തിൻ്റെ മനോഹാരിതയും രത്നക്കല്ലുകളെയും ഒക്കെ ഓർത്ത് സന്തോഷിച്ച ജനത്തോട് കർത്താവ് പറഞ്ഞതാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു ദിനം കടന്നു വരുന്നു. അതുകൊണ്ട് നീയാകുന്ന ദേവാലയത്തെ സമ്പൂർണ്ണമായിട്ടും വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുവാൻ തക്കവിധം നീ നിന്നെ തന്നെ സമർപ്പിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും കാലത്തിൻ്റെ അടയാളങ്ങളൊക്കെ മനസ്സിലാക്കുവാനും എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയും. നിൻ്റെ കൃപയാണ്, നിൻ്റെ അനുഗ്രഹമാണ് ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുന്നെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ കൃപ നൽകണം. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മനാപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.